ഫിസിക്കേറ്റീവ് എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, മൂവ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന അധ്യായത്തിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. Motion in a magnetic field. A force on a particle does work if the force has a component along or opposite to the direction of motion of the particle. നമുക്ക് അറിയുന്ന കാര്യമാണത്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്. ഒരു ഫോഴ്സ് കൊണ്ട് എങ്ങനെയാണ് വർക്ക് ഉണ്ടാവുന്നത്. ഒരു ഫോഴ്സ് വസ്തുവിന്മേൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഫോഴ്സിൻ്റെ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടോ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നുള്ളൂ. അത് കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് ഇവിടെ എഫ് എന്ന ഫോഴ്സ് കൊണ്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, W=F.S ആണ്. F.S എന്ന് പറയുമ്പോൾ അത് FS cos θ ആണെന്ന് നമുക്കറിയാം അല്ലേ. തീറ്റയുടെ വാല്യൂ, അതായത് ആംഗിളിൻ്റെ വാല്യൂ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ വർക്ക് ചെയ്യപ്പെടുന്നില്ല. W=Fs cos θ യിൽ when θ becomes 90 degree there is no work done. ഈ കാര്യമാണ് ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അതൊന്ന് ഓർമ്മിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. Now, magnetic Lorentz force acting on a moving charge through a magnetic field is given by F magnetic equal to Q into V cross B. Here, the force acting on the charge is perpendicular to both velocity and magnetic field. വെലോസിറ്റിക്ക് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിന് പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ് ഇവിടെ. ആ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഹിയർ no work is done on the charged particle. The force is perpendicular to both velocity and magnetic field, so no work is done and no change in the magnitude of the velocity is produced. വർക്ക് ചെയ്യപ്പെടുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല എന്നുകൊണ്ട് തന്നെ നമുക്കറിയാം, വർക്ക് ചെയ്താൽ മാത്രമേ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, the change in kinetic energy is equal to work done. So no work means no change in kinetic energy. No change in kinetic energy means no change in velocity. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെലോസിറ്റിയിലും ചേഞ്ച് ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ കേസിൽ force acting on a charged particle is perpendicular to both velocity and magnetic field. So, there is no change in the velocity of the charged particle. Consider a uniform magnetic field. Here, the into mark represents if the magnetic field is perpendicular to the plane and it is into the plane. ഇവിടെ magnetic field plane perpendicular ആണ്, അത് into the plane ആണ്. യൂണിഫോം magnetic field ആയതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളിലും ഒരേ വാല്യൂ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്. നൗ കൺസിഡർ ചാർജ് Q മൂവ്സ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ Q എന്ന് പറഞ്ഞ ചാർജ് ഈ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും വിത്ത് എ വെലോസിറ്റി V. ദെൻ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ മേ ബി ഒബ്റ്റൈൻഡ് ആസ് F is equal to Q into V cross B. ഇവിടെ വിയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ V cross Bയിൽ VB sin θ sin 90 വരുന്നു. സോ F is equal to നമുക്ക് BQV എന്ന് കിട്ടും. ഫ്ലെമിസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫ്ലെമിസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ലെഫ്റ്റ് ഹാൻഡിലെ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തം മ്യൂച്വലി പെർപെൻഡിക്കുലർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 4 ഫിംഗർ ഇസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മിഡിൽ ഫിംഗർ ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അല്ലെങ്കിൽ കറണ്ട് കാര്യം കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ അത് കറണ്ട്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ചാർജ് പാർട്ടിക്കിൾ. ദെൻ തമ്പ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിൻ്റെ ഉള്ളിലേക്കാണ്, വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷനിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. ചാർജ് പാർട്ടിക്കിൾ ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഹിയർ. ഇനി ചാർജ് പാർട്ടിക്കിൾ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളിന് മുകളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഫോഴ്സ് വന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന് സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്വേർഡ് ഡയറക്ഷൻ ആവില്ല. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫോഴ്സ് ഉള്ളത്. തൊട്ടടുത്ത പോയിന്റിൽ ചെറിയൊരു ഡീവിയേഷൻ വന്നു. ആ ഡീവിയേഷനിൽ വരുമ്പോൾ അവിടുത്തെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അത് തുടർച്ചയായിട്ട് പ്രവർത്തനം നടക്കും. ചാർജ് പാർട്ടിക്കിൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതോറും അതിന് ഡയറക്ഷനിൽ മാറ്റം വരികയും ഓരോ പ്രാവശ്യവും വെലോസിറ്റി പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് നമുക്ക് നോക്കാം.
ചാർജ് പാർട്ടിക്കിൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലുണ്ടാവുന്ന ഒരു ഡീവിയേഷൻ ഒരു കർവ്ഡ് പാത്തായിട്ട് വരികയും സോ ദ ന്യൂ പൊസിഷൻ ഈസ് ഹിയർ. ഇതാണ് പുതിയ പൊസിഷൻ വിചാരിക്കും. ഇവിടെ ചാർജ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ലെഫ്റ്റ് സൈഡിലേക്കായി മാറിയെന്ന് വിചാരിക്കും. ആ ഒരു ഡീവിയേഷൻ കൊണ്ട് സംഭവിച്ചതാണത്. ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചാർജ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിലുണ്ടായുള്ള മാറ്റമാണത്. ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൊണ്ടായിരിക്കും നേരത്തെ കണ്ട പോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ചാർജ് പാർട്ടിക്കിളിലെ പാത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. ഓരോ പോയിന്റിലും വീണ്ടും വെലോസിറ്റി പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതിന് തുടർച്ചയായിട്ട് ചാർജ് പാർട്ടിക്കിളിലെ പാത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ എഗെയിൻ നമുക്കിങ്ങനെ ഒരു കർവ്ഡ് പാത്ത് കിട്ടുന്നു. ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രാവശ്യവും വെലോസിറ്റി പെർപെൻഡിക്കുലർ നമ്മൾ ഫോഴ്സ് വരയ്ക്കണം. ഓരോ പോയിന്റിലും വെലോസിറ്റി പെർപെൻഡിക്കുലർ ഫോഴ്സ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ചാർജ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൽ ഡീവിയേഷൻ കാണാൻ കഴിയും. ആ ഡീവിയേഷൻ തുടർച്ചയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അത് സർക്കുലർ പാത്തിലായിരിക്കും. ഇവിടെ 4 പോയിന്റ് മാത്രമേ എടുത്തുള്ളൂ. ആ 4 പോയിന്റ് എളുപ്പത്തിന് വേണ്ടി പരിഗണിച്ചതാണ്. ആ 4 പോയിന്റിലും വെലോസിറ്റിയും ഫോഴ്സും പെർപെൻഡിക്കുലറാണ്. ഈ ഒരു പ്രവർത്തനം തുടർച്ചയായി നടക്കുമ്പോൾ നമുക്കതൊരു സർക്കുലർ പാത്താണെന്ന് മനസ്സിലാവും. വിച്ച് മീൻസ് when charge particle enters perpendicular to magnetic field it describes a circular path. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലർ പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുക എന്നുള്ള പ്രത്യേകത അതിന് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തു പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ചാർജ് പാർട്ടിക്കിൾ വിൽ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എല്ലാ പോയിന്റിലും സെയിം ആണ്. ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ചാർജ് പാർട്ടിക്കിളിൻ്റെ അറ്റത്തുള്ള ഒരു മൂവ്മെൻറ്റ് പരിഗണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്കുലർ പാത്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കോൺസ്റ്റൻ്റ് ആവുന്നതാണ്. ഇങ്ങനെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആവുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതിലൂടെ ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ്. വെലോസിറ്റി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വർക്ക് ഡൺ 0 ആണ്. വർക്ക് ഡൺ 0 ആകുമ്പോൾ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0 ആണ്. കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ഇല്ല. വെലോസിറ്റി ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യാത്തത്. ഇവിടെ വെലോസിറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ പോയിന്റിലുള്ള ഡയറക്ഷൻ വേറെയാണ് അല്ലേ. മാഗ്നിറ്റ്യൂഡാണ് സെയിം. ഇറ്റ് മീൻസ് സ്പീഡാണ് സെയിം. ഡയറക്ഷനിൽ മാറ്റമുണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ബി ക്യൂ ബി എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ബി കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. സോ ഫിസിക്കലി ബി ക്യൂ വിയിൽ ചാർജ് ക്യൂ ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. വിച്ച് മീൻസ് ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലാ പോയിന്റിലും ഒരേ ഫോഴ്സ് തന്നെ ആയിരിക്കും അനുഭവപ്പെടുക. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, സെൻട്രലിലേക്കാണ്. ഇങ്ങനെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് തുടർച്ചയായിട്ട് ഒരു കർവ്ഡ് പാത്ത് വരികയും ആ കർവ്ഡ് പാത്ത് സർക്കുലറായി മാറുകയും ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് when it enters perpendicular to magnetic field. Now നമുക്ക് കാര്യം മനസ്സിലായപ്പോൾ the force acting on the charge is perpendicular to both velocity and magnetic field which is given by QUB. So work done equal to 0 and changing kinetic energy equal to 0. Changing kinetic energy 0 ആയതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ഇല്ല. ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണ്. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. The force is constant. This force acts as a centripetal force and the charge moves in a circular path. ഇവിടെ സർക്കുലർ പാത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് r ആണ്. The charge particle will describe a circular path if velocity and magnetic field are perpendicular to each other. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ ബിഗിൻസ് ടു റൊട്ടേറ്റ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും ഒരേ സ്ട്രെങ്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ദ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് എ യൂണിഫോം ഫോഴ്സ്. സോ ദ ചാർജ് പാർട്ടിക്കിൾ വിൽ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ തുടർച്ചയായി കറങ്ങിക്കൊണ്ടേയിരിക്കും. ദ ചാർജ് പാർട്ടിക്കിൾ വിൽ ബി trapped inside the magnetic field. In circular motion, centripetal force is given by mv²/r. Then centripetal force is provided by magnetic lorentz force. ഇവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണല്ലോ, ഫിസിക്കൽ ബി ക്യൂ എന്നുള്ള ഫോഴ്സ് ആണല്ലോ സെൻട്രലിലേക്ക് അനുഭവപ്പെട്ടത് അല്ലേ. എല്ലാ പോയിന്റിലും ഒരേ വാല്യൂനെ ആയിരുന്നു ഫോഴ്സിന്. അപ്പോൾ ഫിസിക്കൽ ബി ക്യൂ എന്നുള്ള ഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഫിസിക്കൽ ക്യൂവിൻ്റെ വി ക്രോസ് ബി ആണ്. ഇവിടെ വിയും ബിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ബി ക്യൂ ബി എന്ന് കിട്ടിയതാണ്. അപ്പോൾ അതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് ഓരോ പോയിന്റിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു
ബി ക്യു വി എന്ന ഫോഴ്സാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ബി ക്യു വി. Radius of circular path is given by r is equal to mv by bq. Again, the period of rotational charges. ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് നമുക്ക് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് അല്ലേ. ചാർജ് ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എടുക്കുന്ന സമയം എത്രയാണോ ദാറ്റ് ഇസ് നോൺ ആസ് ടൈം പീരീഡ്. ഇവിടെ ചാർജ് പാർട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടാണ് യൂണിഫോം വെലോസിറ്റിയാണ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും ഉണ്ടാകുന്ന സമയം തന്നെയായിരിക്കും സെയിം ആയിരിക്കും. The time taken for one rotation is given by t equal to 2 pi r by v, where r is the radius of the circular path. Substituting for v, we get 2 pi mv by bqv. So t equal to 2 pi m by bq. നമുക്കറിയാം ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി അല്ലേ. ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഇസ് ഗിവൺ ബൈ 1 by t, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ. സോ f is equal to bq by 2 pi m. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫ്രീക്വൻസിയിൽ velocity വരുന്നില്ല. This frequency is independent of the velocity of the particle. Now, charged particle enter the magnetic field in any direction നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് ഇൻക്ലൈൻഡ് ആയിട്ട് അറ്റ് ആൻ ആംഗിൾ തീറ്റ ചാർജ് പാർട്ടിക്കൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. കൺസിഡർ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് ബി ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ. ഇവിടെ ചാർജ് പാർട്ടിക്കൽ എൻ്റർ ചെയ്യുന്നു വിത്ത് ആൻ ആംഗിൾ തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഈ വെലോസിറ്റിയിലെ ചാർജ് പാർട്ടിക്കിൾ തീറ്റ ആംഗിളിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇൻക്ലൈൻഡ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ വി എന്ന് പറയുന്ന വെലോസിറ്റി നമുക്ക് രണ്ട് കോമൺ എടുക്കാം. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള കോമണ്ടും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമണ്ടും. സോ ദ ടു കോമ്പണൻസ് ആർ വി കോസ് തീറ്റ വിച്ച് ഇസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വി സൈൻ തീറ്റ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ വി കോസ് തീറ്റ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സീറോ ആയിരിക്കും അല്ലേ. എന്തുകൊണ്ട് സീറോ ആവാനുള്ള കാരണം വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് വി ബി സൈൻ തീറ്റ സൈൻ സീറോ കിട്ടും. സ്വാഭാവികമായിട്ടും ഫോഴ്സ് സീറോ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ വെലോസിറ്റി വരികയാണെങ്കിൽ അവിടെ ഫോഴ്സ് സീറോ ആണ് നമുക്കറിയാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് സീറോ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ മാക്സിമം ഫോഴ്സ് ആണ് വിച്ച് ഇസ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ബി ക്യൂ ബി ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ചാർജ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് തുടർച്ചയായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയുന്ന കാര്യം അല്ലേ. സോ ഇവിടെ വി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കോമ്പണൻ്റ് കൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്തിലായിരിക്കും ഇത് മൂവ് ചെയ്യുക. വി കോസ് തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി കൊണ്ട് റൊട്ടേഷനിൽ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. പക്ഷേ വി കോസ് തീറ്റ എന്നുള്ള വെലോസിറ്റിയുടെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ബിയുടെ അതേ ഡയറക്ഷനിലുള്ള വാല്യൂ ആയിരിക്കും. ഈ വെലോസിറ്റി ആസ് എ കോമണ്ട് അലോങ് ബി, ദിസ് കോമണ്ട് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആസ് ദ മോഷൻ അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഇസ് സീറോ അലോങ് ബി. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് സീറോ ആയതുകൊണ്ട് തന്നെ ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് വി കോസ് തീറ്റ എന്ന് പറഞ്ഞ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ വി സൈൻ തീറ്റ എന്ന് പറഞ്ഞ വെലോസിറ്റി കൊണ്ട് റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവുകയും വി കോസ് തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും. The perpendicular component of velocity v sin theta produces a circular motion and the parallel component of velocity v cos theta produces a translatory motion in the direction of magnetic field. So the resultant motion is helical in shape. നമ്മൾ പറഞ്ഞു വി സൈൻ തീറ്റ എന്ന് പറയുന്ന കോമ്പണന്റ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും ഉണ്ടാവുക. വി കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പണന്റിൽ യാതൊരു ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി കോമ്പണന്റ് ഉള്ളതുകൊണ്ട് ചാർജ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിളിന് റൈറ്റ് സൈഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് സർക്കുലർ പാത്തിലാവാതിരിക്കുകയും മറ്റൊരു പോയിന്റിലേക്ക് എത്തുകയും അവിടുന്ന് വീണ്ടും റൊട്ടേഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഉള്ള മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള മോഷനാണ് കാണാൻ കഴിയുക. ഒന്ന് വി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കോമ്പണന്റിനോടുള്ള റൊട്ടേഷണൽ മോഷനും വി കോസ് തീറ്റ എന്ന് പറഞ്ഞ കോമ്പണന്റിനോടുള്ള ഒരു ട്രാൻസ്ലേറ്ററി മോഷനും. രണ്ട് തരത്തിലുള്ള മോഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ രണ്ട് തരത്തിലുള്ള മോഷണം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അപ്പോൾ വെൻ ചാർജ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ്, ദ ചാർജ് പാർട്ടിക്കിൾ ഡിസ്ക്രൈബ്സ് എ ഹെലിക്കൽ പാത്ത്. നോക്കി നോക്കൂ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കല്ലേ. ഇവിടെ നോക്കി നോക്കൂ, ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴും അതിന് റൈറ്റ് സൈഡിലേക്ക് ഒരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാത്ത് ഹെലിക്കലായി മാറുകയും ചെയ്യുന്നു. നോ ഇവിടെ
ചാർജ് പാർട്ടിക്കിൾ റൊട്ടേഷണൽ മോഷനിലാണ്, പക്ഷേ അതിന് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ലേറ്റർ മോഷൻ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഹെലിക്കൽ പാത്ത് ആയത്. സർക്കിൾ ആയതുകൊണ്ട് തന്നെ സർക്കിളിന് റേഡിയസ് ഉണ്ടായിരിക്കും. ഇതാണ് ആ റേഡിയസ്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ഉള്ള സർക്കിൾ അല്ല, നമുക്കറിയാം അല്ലേ. റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ ട്രാൻസ്ലേറ്റർ മോഷൻ ഉണ്ട്. അപ്പോൾ ഹെലിക്കൽ പാത്താണ്. ഹെലിക്കൽ പാത്ത് ആയതുകൊണ്ട് തന്നെ സർക്കിൾ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ആ ഒരു ചേഞ്ച് നമുക്കിതിങ്ങനെ അടയാളപ്പെടുത്താം. ഈസ് നോൺ ആസ് പിച്ച്. ഒരു റൊട്ടേഷൻ നടക്കുമ്പോൾ ചാർജ് പാർട്ടിക്കിളിന് ട്രാൻസ്ലേറ്റർ മോഷനിൽ കവർ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസ് നമുക്ക് വിളിക്കുന്ന പേരാണ് പിച്ച്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ടൈം പീരീഡ് ഇൻറ്റു വി കോസ് തീറ്റ. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അത്രയും സമയത്തിനുള്ളിൽ അത് റൈറ്റ് സൈഡിലേക്ക് എത്രത്തോളം, ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് പറയുന്നത്, കാരണം ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ടാണ്. എത്രത്തോളം ട്രാൻസ്ലേറ്റർ മോഷൻ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് വി കോസ് തീറ്റ ഇൻറ്റു ടി എന്നാണ് ഇക്വേഷനിലൂടെ. ഇറ്റ് ഈസ് നോൺ ആസ് പിച്ച് ഓഫ് ദ ഹെലിക്കൽ പാത്ത്. നൗ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത്. നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എടുക്കാം. നേരത്തെ നമ്മൾ R=mv/bq എന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ v എന്ന് പറയുന്നത് സർക്കുലർ പാത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് v sin θ ആയതുകൊണ്ട് തന്നെ R=mv sin θ/bq എന്നാണ് എടുക്കുക. ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു ഡിസ്ക്രൈബ് വൺ റവല്യൂഷൻ. ടൈം പീരീഡ് ആണ്. നേരത്തെ ടൈം പീരീഡ് കണ്ടപ്പോൾ നമ്മൾ 2πr/v എന്ന് എടുത്തതിന് പകരം ഇവിടെ 2πr/v sin θ എന്ന് എടുക്കുന്നു. R അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക T = 2πm/bq എന്നാണ്. അപ്പോൾ ഇവിടെ സർക്കുലർ പാത്ത് ആണെങ്കിലും ഹെലിക്കൽ പാത്ത് ആണെങ്കിലും ടൈം പീരീഡിൽ മാറ്റമില്ല എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട് കേസിലും ടൈം പീരീഡ് T = 2πm/bq ആണ്. സോ ഫ്രീക്വൻസി സെയിം ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് തന്നെ F is given by bq/2πm. The distance advanced by the particle in this time in the direction of the field is called pitch of the helix. അതുകൊണ്ട് പറഞ്ഞു pitch of the helix എന്താണെന്ന് ചിത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. pitch of the helix ന്റെ ഡെഫിനിഷൻ എന്താണ്? Distance advanced by the particle in this time in the direction of the field is called pitch of the helix. It is given by v cos θ into t ആണെന്ന് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ടൈം പീരീഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then pitch is given by 2πmv cos θ/bq. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.